ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. 10ാം ക്ലാസ് കെമിസ്ട്രിയുടെ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. 2 ഭാഗങ്ങളായിട്ടാണ് ടെക്സ്റ്റ് ബുക്കുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 1ാം ഭാഗം ടെക്സ്റ്റിൽ 4 ചാപ്റ്ററുകളാണുള്ളത്. ഇതിലെ 1ാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും അഥവാ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആറ്റോമിക് സ്ട്രക്ചർ അഥവാ ആറ്റത്തിൻ്റെ ഘടന എന്ന പാഠഭാഗത്തിലെ കുറച്ച് ആശയങ്ങൾ ഓർക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ദ സ്മോളസ്റ്റ് ബേസിക് യൂണിറ്റ് ഓഫ് എ മാറ്റർ ഈസ് ആറ്റം. രണ്ടാമതായി നമ്മൾ പഠിച്ചത് ആറ്റത്തിൻ്റെ ഘടനയാണ്. ജോൺ ഡാൾട്ടൺ മുതൽ നീൽസ് ബോർ വരെയുള്ളവരുടെ ആറ്റം മാതൃകകൾ നമ്മൾ പഠിച്ചതാണ്. ഇതിൽ ഇന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും വളരെ ലളിതവുമായ ഒരു ആറ്റം മാതൃക നീൽസ് ബോറിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ ആറ്റം മാതൃകയുടെ ചില പ്രധാന ആശയങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ആശയം, ആറ്റത്തിൽ ന്യൂക്ലിയസിനു ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത പാതകളിലാണ്. ഈ പാതകളെ ഓർബിറ്റുകൾ അഥവാ ഷെല്ലുകൾ എന്ന് വിളിക്കുന്നു. 2. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജം അഥവാ എനർജി ഉണ്ട്. അതിനാൽ ഷെല്ലുകളെ ഊർജ നിലകൾ അഥവാ എനർജി ലെവൽസ് എന്ന് വിളിക്കുന്നു. 3. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. 4. ന്യൂക്ലിയസിൽ നിന്നും അകലും തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു. 5. ഷെല്ലുകളെ ന്യൂക്ലിയസിനടുത്തു നിന്ന് തുടങ്ങി 1, 2, 3, 4 എന്ന നമ്പർ നൽകിയോ K, L, M, N എന്നിങ്ങനെ പേര് നൽകിയോ സൂചിപ്പിക്കാം. ഈ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ നീൽസ് ബോറിൻ്റെ ഒരു ആറ്റം മാതൃക നമുക്കൊന്ന് പരിചയപ്പെടാം. നോക്കൂ, ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗത്തായി ന്യൂക്ലിയസ് കാണാം. ന്യൂക്ലിയസിനു ചുറ്റും കാണപ്പെടുന്ന പാതകളാണ് ഷെല്ലുകൾ. ഈ ഷെല്ലുകളെ K, L, M, N എന്നോ 1, 2, 3, 4 എന്നോ വിളിക്കാം. ന്യൂക്ലിയസിൽ നിന്നും അകലും തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരികയാണ്. അതിനാൽ ഏറ്റവും ഊർജം കുറഞ്ഞ ഷെല്ല് K ഷെല്ലാണ്. ആറ്റത്തിനകത്ത് ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യപ്പെടുന്നത് ഊർജം കുറഞ്ഞ K ഷെല്ലിൽ നിന്ന് തുടങ്ങിയാണ്. നീൽസ് ബോറിന്റെ ആറ്റം മാതൃക പ്രകാരം ഇലക്ട്രോണുകൾ ആറ്റത്തിനകത്ത് ഷെല്ലുകളിലാണ് വിന്യസിച്ചിരിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ഒരുപോലെയല്ല. ഇത് കണ്ടുപിടിക്കുന്നതിനായി ഒരു ശാസ്ത്ര തത്വമുണ്ട്. 2n² എന്നതാണ് ആ ഫോർമുല. ഇവിടെ n എന്ന് സൂചിപ്പിക്കുന്നത് ഷെൽ സംഖ്യയെയാണ്. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കും. നമുക്ക് ഓരോന്നായി കണ്ടുപിടിച്ച് നോക്കാം. ആദ്യത്തെ ഷെല്ലായ K ഷെൽ, ഇത് ആദ്യത്തെ 1ാമത്തെ ഷെല്ലായതുകൊണ്ട് തന്നെ n = 1 ആണ്. സോ 2 × 1² = 2. രണ്ടാമത്തെ ഷെൽ L ഷെല്ലാണ്. അതുകൊണ്ട് തന്നെ 2 × 2², രണ്ടാമത്തെ ഷെല്ലായതുകൊണ്ട് 2, 8. മൂന്നാമത്തെ ഷെല്ലായ M ഷെൽ n = 3 ആയിരിക്കും. സോ 2 × 3² = 18. നാലാമത്തെ ഷെൽ, സോ 2 × 4² = 32. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണിത്. ദാറ്റ് ഈസ് കെയിൽ പരമാവധി കൊള്ളാവുന്നത് 2, എല്ലിൽ പരമാവധി 8, എമ്മിൽ 18, എന്നിൽ 32. ഇതാണ് ഓരോ ഷെല്ലിൽ കാണപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. സോ the maximum number of electrons that can be accommodated in each shell is 2 for K and 8 for L and 18 for M, last 32 for N. ഇങ്ങനെ ഒരാറ്റത്തിലെ ഷെല്ലിൽ ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം. നമുക്കൊരു സോഡിയം ആറ്റത്തിൻ്റെ ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കാം. സോഡിയത്തിൻ്റെ ആറ്റോമിക നമ്പർ 11 ആണ്.
നമുക്കറിയാം ആറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയോ ഇലക്ട്രോണുകളുടെയോ എണ്ണമാണ്. അങ്ങനെയെങ്കിൽ സോഡിയത്തിൽ 11 ഇലക്ട്രോണുകൾ ഉണ്ടെന്നർത്ഥം. ഈ 11 ഇലക്ട്രോണുകൾ ഷെല്ലുകളിൽ എങ്ങനെ വിന്യസിക്കുന്നു നോക്കാം. കെ ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്നത് 2 ആണ്. സോഡിയത്തിലെ 2 ഇലക്ട്രോണുകൾ കെയിൽ നിറഞ്ഞു. ഇനി 8 ഇലക്ട്രോൺ വരെ എല്ലിൽ പോവാം. 10 ഇലക്ട്രോണുകളായി ഷെല്ലിൽ നിറഞ്ഞു കഴിഞ്ഞു. ബാലൻസ് നമ്മുടെ കയ്യിലുള്ളത് 1 ആണ്. അത് എമ്മിൽ നിറയുന്നു. ഇനി ആർഗൺ ആറ്റത്തെ പരിഗണിക്കാം. ആറ്റോമിക നമ്പർ 18 ആണ്. അങ്ങനെയെങ്കിൽ അവിടെ 18 ഇലക്ട്രോണുകളുണ്ട്. കെയിൽ 2 നിറയുന്നു, എല്ലിൽ 8 നിറയുന്നു, ബാലൻസ് 8 ഉള്ളത് എമ്മിൽ നിറയുന്നു. ഇനി ആർഗണിന്റെ തൊട്ടടുത്ത ആറ്റോമിക നമ്പറായ പൊട്ടാസ്യത്തെ നോക്കാം. കെയിൽ 2 ഇലക്ട്രോൺ നിറയുന്നു, എല്ലിൽ 8 ഇലക്ട്രോൺ നിറയുന്നു, ബാക്കിയുള്ളത് 9 ഇലക്ട്രോണുകളാണ്. എന്നാൽ പൊട്ടാസ്യത്തിന്റെ ഷെൽ വിന്യാസം ഇങ്ങനെയല്ല എഴുതുന്നത്. ഇതാണ് പൊട്ടാസ്യത്തിന്റെ ആക്ച്വൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്തുകൊണ്ടാണ് പൊട്ടാസ്യത്തിന് 2, 8, 9 എന്നല്ലാതെ 2, 8, 8, 1 എന്ന ഷെൽ വിന്യാസം സ്വീകരിക്കേണ്ടി വന്നത്? നമുക്കറിയാം എം ഷെല്ലിനകത്ത് 18 ഇലക്ട്രോൺ വരെ ഉൾക്കൊള്ളാവുന്നതാണ്. എന്നിട്ട് കൂടി അവസാന ഇലക്ട്രോൺ എന്തുകൊണ്ടാണ് എൻ ഷെല്ലിലേക്ക് പോയത്? ഇതിനുള്ള ഉത്തരമാണ് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ നമുക്ക് നൽകുന്നത്. ഈ പാഠഭാഗത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രധാന ആശയമാണ് സബ്ഷെൽസ്. നമുക്കറിയാം സയൻസ് അനുദിനം വളർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ആറ്റത്തിലെ ഇലക്ട്രോണിന്റെ സ്ഥാനം, സ്വഭാവം എന്നിവയിൽ നടത്തിയ തുടർ പഠനങ്ങളിൽ നിന്ന് നീൽസ് ബോറിന്റെ ആറ്റം മാതൃകയ്ക്ക് പരിമിതിയുണ്ടെന്നും ആറ്റത്തിൽ ഇലക്ട്രോണുകൾ ഷെല്ലുകൾക്കുമുള്ളിലുള്ള ഉപ ഊർജ്ജ നിലകളിലാണ് വിന്യസിച്ചിരിക്കുന്നതെന്നും കണ്ടെത്തി. ഇങ്ങനെ ആറ്റത്തിലെ ഷെല്ലുകൾക്കുമുള്ളിലുള്ള ഉപ ഊർജ്ജ നിലകളെയാണ് സബ്ഷെൽസ് എന്ന് വിളിക്കുന്നത്. ഷെല്ലുകൾക്ക് നമ്മൾ പേര് നൽകിയതുപോലെ തന്നെ സബ്ഷെല്ലുകൾക്കും പേരുണ്ട്. ഇംഗ്ലീഷിലെ സ്മോൾ ലെറ്റേഴ്സായ എസ്, പി, ഡി, എഫ് എന്നിവയാണവ. ഷെല്ലുകളെ പോലെ തന്നെ സബ്ഷെല്ലുകൾക്കും ഒരു ഊർജ്ജക്രമമുണ്ട്. ഏറ്റവും ഊർജ്ജം കുറഞ്ഞ സബ്ഷെൽ എസ് ആണ്. ശേഷം പി, ദെൻ ഡി, ദെൻ എഫ്. ഏറ്റവും ഊർജ്ജം കുറഞ്ഞ സബ്ഷെൽ എസ്, ശേഷം പി, ശേഷം ഡി, ലാസ്റ്റ് എഫ്. രണ്ടാമതായി നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റാണ്, ഒരു ഷെല്ലിന്റെ ക്രമനമ്പറിന് തുല്യമായ എണ്ണം സബ്ഷെല്ലുകളാണ് ആ ഷെല്ലിനുണ്ടായിരിക്കുക. നമുക്കതൊന്ന് എഴുതി നോക്കാം. നമുക്കറിയാം ഷെല്ലുകൾ 1, 2, 3, 4 അല്ലെങ്കിൽ കെ, എൽ, എം, എൻ എന്നിവയാണ്. ഈ ഓരോ ഷെല്ലിലുമുള്ള സബ്ഷെല്ലുകളും നമുക്കൊന്ന് എഴുതി നോക്കാം. കെ ഒന്നാമത്തെ ഷെല്ലായതുകൊണ്ട് തന്നെ അവയിലുള്ള സബ്ഷെല്ലുകളുടെ എണ്ണം 1 ആയിരിക്കും. അത് ഏറ്റവും ഊർജം കുറഞ്ഞ സബ്ഷെല്ലായ എസ് ആണ്. എൽ ഷെൽ രണ്ടാമത്തെ ഷെല്ലായതുകൊണ്ട് തന്നെ അവിടെ 2 സബ്ഷെല്ലുകൾ ഉണ്ടാവും. അത് എസും തൊട്ടടുത്ത ഊർജമുള്ള പിയുമാണ്. എം ഷെല്ലിൽ 3 സബ്ഷെല്ലുകൾ ഉണ്ടാവും. കാരണം അതിൻ്റെ ഷെൽ നമ്പർ 3 ആണ്. അത് എസ്, പി, ഡി എന്നിവയാണ്. എൻ ഷെൽ 4ാമത്തെ ഷെല്ലായതുകൊണ്ട് 4 സബ്ഷെല്ലുകൾ ഉണ്ടാവാം. അത് എസ്, പി, ഡി ആൻഡ് എഫ് എന്നിവയാണ്. ഇങ്ങനെ എഴുതിയതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഓരോ ഷെല്ലിലുമുള്ള സബ്ഷെല്ലുകളിൽ പൊതുവായ ഒരു സബ്ഷെല്ലുകളെ കാണാൻ പറ്റും. എസ് അല്ലേ അത്? നോക്കാം നമുക്ക്. കെ ഷെല്ലിനകത്ത് ഒരു എസ് ഉണ്ട്, എല്ലിലും എസ് ഉണ്ട്, എമ്മിലും എസ് ഉണ്ട്, എന്നിലും എസ് ഉണ്ട്. അതേപോലെ എല്ലിലും എമ്മിലും എന്നിലും പൊതുവായി കാണപ്പെടുന്ന സബ്ഷെല്ലുകളാണ് എസും പിയും. അതേപോലെ എമ്മിലും എന്നിലും പൊതുവായി കാണപ്പെടുന്ന സബ്ഷെല്ലുകളാണ് എസും പിയും ഡിയും. അതുകൊണ്ട് തന്നെ ഈ സബ്ഷെല്ലുകൾ ഏത് ഷെല്ലിലാണ് വിന്യസിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നതിനായി
ഈ സബ്ഷെല്ലുകളെ സൂചിപ്പിക്കുന്ന ഒരു രീതി കൂടി നമുക്ക് പരിചയപ്പെടാം. അതിനുവേണ്ടി എസ് സബ്ഷെൽ ഒന്നാമത്തെ ഷെല്ലുകളാണ് എന്ന് നമുക്കറിയാൻ വേണ്ടി ഈ ഷെല്ലിൻ്റെ പ്രതീകത്തിൻ്റെ ഇടതുഭാഗത്തായി ഒന്നാമത്തെ ഷെല്ലായതുകൊണ്ട് 1 അഥവാ 1 ചേർക്കണം. ഇതിനെ വായിക്കുന്ന രീതി 1s എന്നാണ്. അതേപോലെ എൽ ഷെൽ രണ്ടാമത്തെ ഷെല്ലായതുകൊണ്ട് തന്നെ അതിലെ സബ്ഷെല്ലുകളുടെ പ്രതീകങ്ങൾക്ക് മുന്നിലും 2 എന്ന് ചേർക്കണം. ഇത് വായിക്കുന്നത് 2s 2p എന്നാണ്. എം ഷെൽ മൂന്നാമത്തെ ഷെല്ലായതുകൊണ്ട് തന്നെ ഇവയുടെ മുന്നിലെല്ലാം 3 എന്ന് ചേർക്കണം. സോ 3s 3p 3d എന്നിവയാണ് ആ സബ്ഷെല്ലുകൾ. എൻ ഷെൽ നാലാമത്തെ ഷെല്ലായതുകൊണ്ട് തന്നെ ഈ സബ്ഷെല്ലുകൾക്ക് മുമ്പിലായി 4 എന്ന് ചേർത്ത് കഴിഞ്ഞു. 4s 4p 4d ആൻഡ് 4f എന്നിവയാണവ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ഓരോ സബ്ഷെല്ലും ഏത് ഷെല്ലിലുള്ളതാണെന്ന് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. ഇനി ഈ സബ്ഷെല്ലുകൾ ആറ്റത്തിന്റെ വിവിധ ഷെല്ലുകളിൽ എങ്ങനെ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ആറ്റം മാതൃക നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു ആറ്റത്തിലെ ഷെല്ലിനുള്ളിൽ സബ്ഷെല്ലുകൾ എങ്ങനെ വിന്യസിച്ചിരിക്കുന്നു എന്ന് നോക്കാം. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗത്തായി ന്യൂക്ലിയസ് കാണാം. ന്യൂക്ലിയസിന് ചുറ്റുമായിട്ടാണ് ഷെല്ലുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഷെൽ കെ ഷെൽ, രണ്ടാമതായി എൽ ഷെൽ, 3 എം ഷെൽ, 4 എൻ ഷെൽ. ഓരോ ഷെല്ലിലുമായി സബ്ഷെല്ലുകൾ എങ്ങനെ വിന്യസിച്ചിരിക്കുന്നു എന്ന് നോക്കാം. ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിൽ ഒരു സബ്ഷെല്ലാണ് ഉണ്ടാവുക. അത് 1s ആണ്. രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ്ഷെല്ലുകൾ കാണപ്പെടും. ഇവ 2s 2p എന്നിവയാണ്. മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ്ഷെല്ലുകൾ പോസിബിളാണ്. ഇവ 3s 3p 3d എന്നിവയാണ്. നാലാമത്തെ ഷെല്ലിൽ 4 സബ്ഷെല്ലുകൾ കാണപ്പെടും. അവ 4s 4p 4d 4f എന്നിവയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് നീൽസ് ബോറിന്റെ ആറ്റം മാതൃകയുടെ തുടർച്ചയായി സബ്ഷെല്ലുകൾ എന്താണെന്നും സബ്ഷെല്ലുകളെ സൂചിപ്പിക്കുന്ന രീതി എന്താണെന്നും ചർച്ച ചെയ്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നന്ദി.